വർക്കൊന്നും നിർത്തിയിട്ട് വീട്ടിൽ പോയാൽ മതി എന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് തോന്നത്തില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ കൺസെപ്റ്റ്. പീപ്പിൾ ഓറിയൻറ്റഡ്, പീപ്പിൾ ഇൻവെസ്റ്റഡ് കമ്പനിയാണ്. സാധാരണ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. ഫസ്റ്റ് ടൈമാണ് സ്റ്റാർട്ടപ്പിൽ നോർമൽ പീപ്പിൾ, ഈവൻ വർക്കിംഗ് ക്ലാസ് ആൾക്കാർ വരെ ഞങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര അട്രാക്റ്റീവായിട്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഒരു പ്രോസ്പെക്റ്റീവ് ക്ലയൻറ്റിന് ഇത് അഫോർഡബിൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമ്പറ്റീറ്ററിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഞങ്ങളുടെയും കോമ്പറ്റീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മിനിമം ഒരു 10 to 15 rupees എങ്കിലും ഞങ്ങളുടെ കുറവായിരിക്കും. ഇപ്പം പ്രൈവറ്റായിട്ട് കോൾ ചെയ്യേണ്ടവർക്ക് കോളിംഗ് ബൂത്ത്സ് ഉണ്ടാവും. ഇപ്പം എന്താ പറയുക, കോൺഫറൻസ് റൂമിൽ സ്വിംഗ് ചെയർസ് വരെ വരുന്നുണ്ട്. ഇപ്പം നമുക്കിങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് ആടി ഡിസ്കസ് ചെയ്യാം. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചിയിൽ വെണ്ണലയിൽ 24-ൻ്റെയും ഫ്ലവേഴ്സിൻ്റെയും പുതിയ കോർപ്പറേറ്റ് ഓഫീസ് കെട്ടിടത്തിലാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണെന്ന് പറയാം. അത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഓഫീസ് സ്പേസ് അല്ലേ, ഒരു കൺവെൻഷണൽ തോട്ടിൽ ഒരു ഓഫീസ് സ്പേസ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ നമ്മുടെ മനസ്സിൽ ഓഫീസ് എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമല്ല. അത് വൈകാതെ പ്രേക്ഷകർക്ക് കാണാം എങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കൺവെൻഷണൽ രീതികൾ വിട്ടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു കോർപ്പറേറ്റ് ഓഫീസ്. പക്ഷേ എന്താണ് ഒരു ഓഫീസിൻ്റെ ഡിസിപ്ലിൻ, അത് പൂർണ്ണമായും പാലിച്ചുകൊണ്ടുള്ള ഒരു ഡിസൈനിങ് രീതിയാണ്. എന്താണ് ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് പറയുന്നത് ഒരു പക്ഷേ കൺഫ്യൂഷൻ തോന്നാം. പറഞ്ഞു വരുന്നത് എങ്ങനെയാണ് ഒരു ഓഫീസ് സ്പേസൊക്കെ ഈ രീതിയിൽ ഡിസൈൻ ചെയ്യപ്പെടുന്നത്, എന്താണ് അതിൻ്റെ കോൺസെപ്റ്റിന് പിന്നിൽ, അല്ലെങ്കിൽ ആരാണ് അത്തരം ഡിസൈനുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു പുതിയ മേഖല അതിനായി തുറന്നു വന്നിട്ടുണ്ട്. ഈ പറയുന്ന നമ്മുടെ ജോബ് സെക്ടറിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ സെക്ടറിലോ ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ ആ മേഖലയെക്കുറിച്ചും ഒരു കമ്പനിയെക്കുറിച്ചും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെക്കുറിച്ചും ഒക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇത് പറഞ്ഞുതരാൻ എനിക്കൊപ്പം ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്. ഒരുപാട് പല രീതിയിൽ പ്രൊഫൈൽ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ ഗസ്റ്റായിട്ട് ഇന്ന് എത്തിയിട്ടുള്ളത്. ഐഡിയ ഹൗസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ MD ആയിട്ടുള്ള മിസ്റ്റർ ലൂയിസ് ഐസക്. വെൽക്കം. താങ്ക് യു പ്രജി. ഞാൻ എന്തുകൊണ്ടാണ് ഈ പ്രൊഫൈൽ ഒരുപാടുണ്ടെന്ന് പറയാൻ കാരണം എന്ന് ആദ്യം ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ലൂയിസ് എൻജിനീയറാണ്, ഒരു ഓൺട്രപ്രണറാണ്. അപ്പം ഇപ്പോൾ 2 കമ്പനികളുടെ ഡയറക്ടറാണ് അല്ലേ? ആദ്യം ആ കമ്പനീസിനെ കുറിച്ച് പറയൂ. ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ട്രൂ കോഡ് എന്ന് പറഞ്ഞ കമ്പനിയായിരുന്നു. ഞാൻ MBA കഴിഞ്ഞ് തന്നെ സ്റ്റാർട്ട് ചെയ്തൊരു സ്റ്റാർട്ടപ്പായിരുന്നു. അത് കംപ്ലീറ്റ്ലി മാർക്കർ റിസർച്ചിലാണ്. അതിൽ സർവേ ബേസ് ചെയ്തിട്ടുള്ള ടൂൾസ്, സർവീസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. കൺസ്യൂമർ സർവേസ് ഉണ്ട്, റീറ്റെയിൽ സർവേസ് ഉണ്ട്, അതുപോലെ തന്നെ ഫീസിബിലിറ്റി റിസർച്ച്. ആ ഒരു മേഖലയിലായിരുന്നു. അത് 2017 സ്റ്റാർട്ട് ചെയ്തതാണ്. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് നമ്മൾ ഐഡിയ ഹൗസ് എന്ന് പറഞ്ഞ കമ്പനി കോവർക്കിംഗ് സ്പേസസ് അതുപോലെ ഓഫീസ് സ്പേസ് പ്രൊവൈഡിങ്ങിനുള്ളൊരു ഫീസിബിലിറ്റി മനസ്സിലാക്കിയതിന് ശേഷം ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്. ഇപ്പോൾ 80,000 സ്ക്വയർ ഫീറ്റ് ഞങ്ങൾ റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, കൊച്ചിയിൽ മാത്രം. ഓക്കെ, അത് ഒരു പക്ഷേ ഒന്നുകൂടെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്യാം. എന്താണ് ഐഡിയ ഹൗസ്? ഒരു 1 ലൈൻ ചോദിച്ചു കഴിഞ്ഞാൽ ലൂസ് എന്തായിരിക്കും പറയാം? ഐഡിയ ഹൗസിൻ്റെ ടാഗ് ലൈൻ തന്നെ വർക്ക് സ്പേസ് മാറ്റേഴ്സ് എന്നാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു കമ്പനിയുടെ പ്രൊഡക്ടിവിറ്റിയിൽ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് വർക്ക് സ്പേസ് എന്ന് പറയുന്നത്. അത് ആ ഒരു എംപ്ലോയീസിന് അത് എങ്ങനെ ബെനിഫിറ്റ് ചെയ്യണം എന്നുള്ളത് അത് ഫീൽ ചെയ്തിട്ട് തന്നെ മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ഓഫീസിലിരിക്കുമ്പോൾ പ്രജിന് അത് ഫീൽ ചെയ്ത് അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അല്ലെ, ഞാനിപ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഇവിടുന്ന് ഒരു ഫോട്ടോ എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു വീഡിയോ എടുത്തിട്ട് ഒരു പുറത്തുനിന്നൊരു തേർഡ് പേഴ്സണെ കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും തോന്നില്ല ഇതൊരു ഓഫീസാണ് എന്ന് തോന്നില്ല. വേറൊരു രീതിയാണ്, വേറൊരു സുഖമാണ് ഇവിടെ ഇരിക്കാൻ. അപ്പോൾ ഇതൊക്കെ പുതിയ കാലത്തിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയാം അല്ലേ? അതെ, ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് വർക്കൊന്നും നിർത്തിയിട്ട് വീട്ടിൽ പോയാൽ മതി എന്ന് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് തോന്നത്തില്ല. അത്രയേ ഉള്ളൂ നമ്മുടെ കൺസെപ്റ്റ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ അല്ലേ, ഓഫീസിൽ വന്നിട്ട് പെട്ടെന്ന് വീട്ടിൽ പോകാമെന്ന പരിപാടി നമുക്ക് തോന്നത്തില്ല. ഇല്ല, അതിനുള്ള ഒരു അറ്റ്മോസ്ഫിയറും ഫെസിലിറ്റീസും നമ്മൾ ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ സ്പേസ് പ്രൊവൈഡിങ് ആണോ ശരിക്കും ഐഡിയ ഹൗസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പല കമ്പനീസും ചെയ്യുന്ന പോലെ ഇപ്പോൾ സൊമാറ്റോ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ടാവില്ല. അതുപോലെ യൂബർ ടാക്സി നോക്കിയാൽ അവർക്ക് സ്വന്തമായിട്ട് കാർസ് ഉണ്ടാവില്ല. ഞങ്ങളിപ്പോൾ 80,000 സ്ക്വയർ ഫീറ്റ് പ്രൊവൈഡിങ്, ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബിൽഡിങ്ങും ഇല്ല. ഇതെല്ലാം നമ്മൾ ഫെസിലിറ്റി പ്രൊവൈഡേഴ്സാണ്. നമ്മൾ ലോങ് ലീസിന് ബിൽഡിങ്സ് എടുക്കുന്നു, അത് ഫർണിഷ് ചെയ്യുന്നു. ചില സമയം അത് ക്ലയൻറ്റിൻ്റെ ഇൻപുട്സും കൂടി ഇൻക്ലൂഡ് ചെയ്യാറുണ്ട് അതിനുള്ള ടൈം കിട്ടിക്കഴിഞ്ഞാൽ. അതായത് കംപ്ലീറ്റ് ഫർണിഷിങ് ചെയ്യുന്നതിന് മുൻപ് തന്നെ നമുക്ക് ക്ലയൻറ്റ് ആവുകയാണെങ്കിൽ നമ്മൾ ചിലപ്പം അവരുടെ ഇൻപുട്സും കൂടി ഇൻക്ലൂഡ് ചെയ്യും. അപ്പം അവർ കംഫർട്ടബിളായ രീതിയിൽ അവർക്ക് ഒരു ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു PC ആയിട്ട് വന്നിരുന്ന് വർക്ക് ചെയ്യുക. പ്ലഗ് ആൻഡ് പ്ലേ സെറ്റപ്പിൽ ഫൈനൽ ഫിനിഷിങ്ങിലേക്ക് നമ്മൾ ഒരു വർക്ക് സ്പേസ് പ്രൊവൈഡ് ചെയ്യുകയാണ്.
അതാണ് കൺസെപ്റ്റ്. ബേസിക്കലി നമ്മൾ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കുന്നു. അതെ. അത് ഈ പറഞ്ഞ ഏറ്റവും പുതിയ ഈ പറയുന്ന സങ്കേതങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ടൊരു ഒന്ന് സെറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ക്ലയന്റിന് എന്തെങ്കിലും ഈ പറയുന്ന പോലെ അവർക്കൊരു പെർട്ടിക്കുലർ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അതുകൂടി മീറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫൈനലൈസ് ചെയ്യുന്നു. ഇതാണ്. പക്ഷെ സ്വന്തമായിട്ടല്ല നിങ്ങളുടെ ബിൽഡിംഗ് ലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതെ, എല്ലാ പാർട്ടിക്കും ബെനിഫിറ്റ് ആവുന്ന പോലെ. കാരണം ഇപ്പോൾ ഒരു ലാൻഡ് ലോഡിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്ലയൻറ്റിനെ അക്വയർ ചെയ്യാനുള്ള റിസ്ക് ഇല്ല. അവർ ബിൽഡിങ് നമുക്ക് റെൻറ്റിന് തരുവാണ്. അപ്പം ഒരു ക്ലയൻറ്റ് ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും പുള്ളിക്ക് അതിൻ്റെ ആ ഒരു റിസ്ക് എടുക്കേണ്ട, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അവർക്ക് റെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കറക്റ്റ് ടൈമിൽ. അതുപോലെ തന്നെ ക്ലയൻറ്റിന് അവർക്ക് അവരുടെ മനസ്സിന് ഇണങ്ങിയ രീതിയിൽ വേണമെങ്കിൽ ചെറിയ കസ്റ്റമൈസേഷൻ ചെയ്യാം. പിന്നെ നല്ല ഹൈ ക്വാളിറ്റിയിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ലൂയിസ്, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്, അതായത് എപ്പോഴാണ് ഇങ്ങനെ ഒരു ഐഡിയ ഹൗസ് എന്ന് പറയുന്ന ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് തുടങ്ങാം എന്ന് തീരുമാനിച്ചതും അതിലേക്ക് എൻട്രി ചെയ്ത് എങ്ങനെയാണ്? അത് ആക്ച്വലി നമ്മൾ ഈ ട്രൂ കോഡ് എന്ന് പറഞ്ഞ മാർക്കറ്റ് റിസർച്ച് കമ്പനി അത് റൺ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആണ് ഇവിടെ കൊച്ചിയിൽ കോവർക്കിംഗ് സ്പേസസിൻ്റെ ഒരു എന്താ പറയുക ആ രീതിയിലുള്ള എൻക്വയറീസ് വന്നു തുടങ്ങി. അത് ഓൾമോസ്റ്റ് ഏത് കഴിക്കും പീരീഡ്, ഏത് ഇയർ ആയിരിക്കും? അതൊരു 2020 ടൈമിലാണ്. നമുക്ക് ആഫ്റ്റർ കോവിഡ്. അതെ. ഓക്കെ. ആ കോവിഡിന്റെ ടൈമിലാണ്. കോവിഡ് ഞാൻ അത് ചോദിക്കാൻ തന്നെ ആ സമയത്താണല്ലോ ഈ വർക്ക് ഫ്രം ഹോമും വർക്ക് നിയർ ഹോം ഒക്കെ വന്നത് പ്രത്യേകിച്ച്. അപ്പോൾ ഞങ്ങൾ ബിൽഡിങ്സ് എടുക്കുന്നത് ആക്ച്വലി കോവിഡ് കഴിഞ്ഞിട്ട് ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റ് വളരെ ഡൗൺ ആയിരിക്കുന്ന സമയത്താണ്. അപ്പോൾ ആ ഒരു പ്രൈസിങ്ങിൽ ഞങ്ങൾക്ക് ഒരുപാട് ബിൽഡിങ്സ് കിട്ടി. നമ്മൾ ഒരു നെഗറ്റീവ് ആസ്പെക്റ്റും പോസിറ്റീവായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമായിരുന്നു അന്ന്. അപ്പോൾ ആ ടൈമിൽ ഞങ്ങളൊരു 1000 സ്ക്വയർ ഫീറ്റ് എടുത്തു. ഇങ്ങനെ ചെറിയ രീതിയിൽ ചെയ്തു, കുഴപ്പമില്ലാന്ന് തോന്നി. അപ്പോഴാണ് നമുക്ക് എൻട്രി ആപ്പ് എന്ന് പറഞ്ഞ ക്ലയൻറ്റ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അവർക്കൊരു 3000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് ഞങ്ങൾ ചെയ്തു. ബട്ട് ആ ഒരു യുണീക്ക് ഡിസൈൻ ആയിരുന്നു അത്. ആ ഒരു ഡിസൈൻ കുറച്ച് വൈറലായി. അത് അങ്ങനെ റീൽസും കാര്യങ്ങളൊക്കെ പോയിട്ട് ആ രീതിയിൽ ഉള്ള ഒരു പ്രചാരം നമുക്ക് കിട്ടി. അതിനുശേഷമാണ് ഞങ്ങൾ ശരിക്കും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. പിന്നെ എൻട്രി ആപ്പും വളർന്നു. അവർ എൻ്റയർ ബിൽഡിംഗ് എടുത്ത് ഇപ്പം ഞങ്ങൾ അറൗണ്ട് 10,000 സ്ക്വയർ ഫീറ്റ് എൻട്രി ആപ്പിന് ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കണ്ടിന്യൂസ് അതിനുശേഷം ശരിക്കും പറഞ്ഞ് ഞങ്ങൾക്കൊരു 1 മന്ത് പോലും ഫർണിഷിംഗ് വർക്ക് ഇല്ലാത്ത ടൈമില്ല. കണ്ടിന്യൂസ് ഇപ്പോഴും നമ്മുടെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃക്കാക്കരയിൽ പ്രോജക്റ്റ് 16,000 സ്ക്വയർ ഫീറ്റ് സിംഗിൾ ഫ്ലോർ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ഈ പറയുന്ന ട്രൂ കോഡിൽ എൻട്രിയിൽ ഡിഫറെൻ്റ് ആണ്. ഈ പറയുന്ന നിങ്ങളുടെ ക്ലയൻസ് ഒക്കെ മേ ബി സിമിലർ ഒക്കെ ആണെങ്കിൽ പോലും പക്ഷേ ചെയ്യുന്ന സർവീസും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ. ഇപ്പോൾ സർവീസ് ആണ് നിങ്ങൾ കൂടുതലായിട്ട് ട്രൂ കോഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ വേറെ തന്നെ ഒരു കോൺസെപ്റ്റ് വരുമ്പം അതിന് ഈ പറയുന്ന നിങ്ങളുടേതായ ഒരു കമ്പനി സ്ട്രക്ചർ അല്ലെങ്കിൽ അതിനകത്ത് കോവർക്കേഴ്സ് അതുപോലെ ഈ പറയുന്ന ഒരു ഡിസൈനിങ്ങിൽ വേണ്ട ആരൊക്കെയാണോ അവരെല്ലാം ക്ലബ് ചെയ്യണമല്ലോ. അതൊക്കെ എങ്ങനെ പെട്ടെന്ന് സാധിച്ചു? അത് ആക്ച്വലി നമ്മൾ ഇനീഷ്യലി നമുക്ക് എംപ്ലോയീസിനെ ഡയറക്റ്റ് ഹയർ ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളും ഇല്ലായിരുന്നു. കോൺട്രാക്ട് ബേസിലാണ് തുടങ്ങിയത്. ബട്ട് അന്ന് കോൺട്രാക്ട് ബേസിസിൽ നമ്മൾ ജോയിൻ ചെയ്ത ആൾക്കാർ ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്, പെർമനൻ്റ് ആയി. ഇപ്പോൾ അറൗണ്ട് 70 മെമ്പേഴ്സ് നമുക്ക് ഫർണിഷിങ്ങിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഫ്ലവേഴ്സിൻ്റെ 24-ൻ്റെ വർക്കിലൊക്കെ ആണെങ്കിലും ഈ എൻ്റയർ ടീം നമ്മുടെ കൂടെ ഉണ്ട്. ഇപ്പോഴും നമുക്ക് പ്രോജക്ട്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഇൻവെസ്റ്റേഴ്സ് ഇപ്പം ഡിമാൻഡ് ചെയ്യുന്നത് ഒരു IT പാർക്ക് എന്നുള്ള കൺസെപ്റ്റിലേക്ക് മൂവ് ചെയ്യാനാണ്. കാരണം മിനിമം ഒരു 1 lakh സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു IT പാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട്. സെസ് ബെനിഫിറ്റ്സും അതുപോലത്തെ ഗവൺമെൻറ് ഹെൽപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അപ്പോൾ ആ രീതിയിലാണ് ഞങ്ങൾ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്യുന്നത്. ഇതിപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഞാൻ നേരത്തെ പറഞ്ഞൊരു കൺവെൻഷണൽ ഓഫീസ് സ്പേസ് അല്ല ഇത്. പക്ഷേ ഈ പറയുന്ന എല്ലാ ഡിസിപ്ലിനും കൃത്യമായിട്ടുണ്ട്. എന്തൊക്കെ ഒരു ഓഫീസ് വേണോ അതെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് വേറൊരു രീതിയിലാണ് ഇതിനെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഒരു വാക്യൂം സ്പേസിനെ ഒരു സോൾഫുൾ ആക്കി മാറ്റിയാണ് ആക്ച്വലി ഡിസൈനിങ്ങിലൂടെ ചെയ്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മുടെ അതർ സൈഡിൽ നമുക്ക് കാണാം, നമ്മുടെ ഓഫീസിൽ കയറി വരുമ്പോൾ ഒരാൾക്ക് ആ ഒരു സ്നൂക്കർ ബോർഡ് കാണാം അല്ലേ? അത് പ്ലേസ് ചെയ്തിരിക്കുന്ന സ്പേസും അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്തൊരു സ്ഥലത്താണ് അത് വന്നിരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള തോട്ട് വേണം ഒന്നത്. പിന്നെ അത് ക്ലയൻറ്റിനെ അത് കൺവിൻസ് ചെയ്യണം. ഇതൊക്കെ ആരാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യുന്നത്? അത് നമുക്ക് കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് നമ്മുടെ ഡിസൈനിലും. നമുക്ക് ക്വാളിഫൈഡ് ഡിസൈനേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഫർണിഷിങ്ങിൽ കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അത് ഇപ്പം ക്ലയൻറ്റായിട്ട് ഡിസ്കസ് ചെയ്യും. ക്ലയൻറ്റിൻ്റെ ഇൻപുട്സ് നമ്മൾ എടുക്കും, ഇല്ലയെന്നല്ല. ബട്ട് എന്നാലും നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് അതിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ പ്രജനാണ്, ഇതെല്ലാം ലൈവ് പ്ലാൻസ് ആണ്. നമുക്ക് വേണമെങ്കിൽ പ്ലാസ്റ്റിക് പ്ലാൻസ് വെക്കാം. പക്ഷെ നമുക്ക് ചില കാര്യങ്ങളിൽ ഞങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് കീപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തന്നെ ഇപ്പം ഒരു 1 മന്ത് ആ ക്ലയൻറ്റ് ഇരിക്കുമ്പോഴായിരിക്കും അവർക്ക് മനസ്സിലാവുന്നത് നമ്മൾ അന്ന് പറഞ്ഞ കൺസെപ്റ്റ് കറക്റ്റായിരുന്നു. ഇപ്പം സ്നൂക്കർ ബോർഡ് ഇട്ട് കഴിഞ്ഞും ഇനീഷ്യലി അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. പിന്നീട് അത് പ്രൊഡക്ടിവിറ്റീനെ പോസിറ്റീവായിട്ടായിരിക്കും അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ പറയുന്ന ഇനി എന്തെങ്കിലും ഈ പറയുന്ന ക്ലയൻറ്റിൻ്റെ സൈഡിൽ നിന്ന് ഒരു റിക്വയർമെൻറ്റ് വന്നു, അത് ഈസി ആയിട്ട്
ചെയ്യാൻ പറ്റുന്നതാണോ നിങ്ങൾ? റിക്വയർമെൻറ്റ് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം 24 തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അറൗണ്ട് 22 ക്യാബിൻസ്, എഡിറ്റിംഗ് ക്യാബിൻസ് ഉണ്ട്. അത് ശരിക്കും നമുക്ക് പ്ലൈവുഡിൽ ചെയ്യാം. പ്ലൈവുഡ് ചെയ്താൽ കോസ്റ്റും കുറവായിരിക്കും, പക്ഷെ ഒരിക്കലും ആ ഒരു ഭംഗി കിട്ടില്ല. പക്ഷെ ഗ്ലാസ്സിൽ ചെയ്യുമ്പോൾ വൈബ്രേഷൻസ് ഉണ്ടാവും. ഗ്ലാസ് നമുക്ക് ലാമിനേറ്റഡ് ഡബിൾ ലെയർ ഗ്ലാസ് ഇട്ട് ചെയ്യണം. ഞാൻ അതിനിടയിൽ ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഒരു സ്പേസ് കംപ്ലീറ്റ്ലി ഡിസൈൻഡ് ചെയ്ത ശേഷം ഔട്ട് വന്നതിന് ശേഷമാണല്ലോ നിങ്ങൾ ആക്ച്വലി ക്ലയന്റിനെ സമീപിക്കുന്നത്. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളൊരു ഓഫീസ് ആയിരിക്കണം എന്നൊരു കോൺസെപ്റ്റ് നേരത്തെ ഉണ്ടാവുക? ഞങ്ങൾക്ക് വരുന്ന കൂടുതൽ എൻക്വയറീസും IT റിലേറ്റഡ് എൻക്വയറീസ് ആണ്. ആ ഒരു സ്ട്രക്ചറിലാണ് ചെയ്യുന്നത്. ബട്ട് കുറച്ച് ഭാഗങ്ങൾ കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലായിരിക്കും അത് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടാവും. ഇപ്പം നമ്മൾ ചെയ്ത ഫ്ലവേഴ്സിന്റെ ഓഫീസ് തന്നെ ആണെങ്കിലും ലാസ്റ്റ് ഈ പറഞ്ഞ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസാണ് ഇവിടെ. അതെ, ലാസ്റ്റ് കുറച്ച് കസ്റ്റമൈസേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ക്ലയന്റ് സാറ്റിസ്ഫൈ ആയി കഴിഞ്ഞാലല്ലേ നമുക്ക് പ്രിഫറൻസും ടെസ്റ്റിമോണിയൽസ് ഒക്കെ വരുന്നുള്ളൂ. പിന്നെ ഇതിൽ വേറൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡിയ ഹൗസ് ഒരു കംപ്ലീറ്റ്ലി എന്താ പറയുക, പീപ്പിൾ ഓറിയൻറ്റഡ്, പീപ്പിൾ ഇൻവെസ്റ്റഡ് കമ്പനിയാണ്. സാധാരണ ആൾക്കാർക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം. ഫസ്റ്റ് ടൈമാണ് സ്റ്റാർട്ടപ്പിൽ നോർമൽ പീപ്പിൾ, ഈവൻ വർക്കിംഗ് ക്ലാസ് ആൾക്കാർ വരെ ഞങ്ങളുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു റവന്യൂ മോഡലാണ് ഞങ്ങൾ കീപ്പ് ചെയ്യുന്നത്. ഇതെല്ലാം കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പം ആരാണ് മേജർ ഇൻവെസ്റ്റേഴ്സ്? അവരെങ്ങനെയാണ് ഈ പറയുന്ന പ്രോജക്റ്റ് കൺവിൻസ് ചെയ്യുന്നത് എങ്ങനെയാണ്? അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ബിൽഡിങ്ങിൽ ഒരു 2 CR ഇൻവെസ്റ്റ്മെൻറ്റ് വരുവാണെങ്കിൽ അത് ഒരു 5-6 ഇൻവെസ്റ്റേഴ്സ് കൂടിയായിരിക്കും അത് പൂൾ ചെയ്യുന്നത്. ആ ഒരു ബിൽഡിംഗ് ഒരു പെർട്ടിക്കുലർ കമ്പനിയായിട്ട് നമുക്ക് രജിസ്റ്റർ ചെയ്യാം. ഈ കമ്പനിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അതായത് ഈ ഫേർണിഷിങ്ങിൻ്റെ കോസ്റ്റ്, അതിൽ നമ്മൾ പ്രോഫിറ്റ് അവിടെയല്ല എടുക്കുന്നത്. പ്രോഫിറ്റ് നമുക്ക് റെൻ്റലിലാണ് വരുന്നത്. അപ്പോൾ ഫേർണിഷിങ്ങിനുള്ള കോസ്റ്റ് പൂൾ ചെയ്യുന്നത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും. ആ ഇൻവെസ്റ്റേഴ്സിനുള്ള ഷെയർ മന്ത്ലി റെൻറ്റിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുക. ഒരു 10 ഇയറാണ് ഈ പ്രോജക്റ്റ് എങ്കിൽ 10 ഇയർ കണ്ടിന്യൂസ് മന്ത്ലി റിട്ടേൺസ് അവർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കേരളത്തിൽ അത്രയും റിട്ടേൺസ് കൊടുക്കുന്ന ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ പറഞ്ഞ പോലെ കൃത്യമായ എമൗണ്ട് ഇപ്പോൾ ഒരു 3 months ആണ് നമ്മുടെ ഫർണിഷിങ് ടൈം പീരീഡ് എങ്കിൽ 4th month തൊട്ട് ഇൻവെസ്റ്റർക്ക് ആ എമൗണ്ട് വരുവാണ്. മാത്രമല്ല ഇപ്പോൾ ഒരു 5 year ഒക്കെയാണ് ഒരു ക്ലയൻറ്റ് മിനിമം ലോക്ക് ഇൻ പറയുന്നത്. 5 year അത് ഗ്യാരണ്ടീഡ് ആണ്. അതിനുശേഷം അവർ മാറുവാണെങ്കിൽ നമുക്കൊരു നോട്ടീസ് പീരീഡിൽ നെക്സ്റ്റ് ക്ലയൻറ്റിനെ അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു സെക്യൂർ ഇൻവെസ്റ്റ്മെൻ്റ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കാക്കനാട് പുതിയ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തു. അതിൽ 6 ഇൻവെസ്റ്റേഴ്സാണ്. അനൗൺസ് ചെയ്തപ്പോൾ തന്നെ അവിടെ ഇൻവെസ്റ്റേഴ്സ് ഫില്ലായി. ലൂയിസിനെ കൂടാതെ പിന്നെ ആരാണ് ഈ ഐഡിയ ഹൗസിൻ്റെ പിറകിലുള്ള ഐഡിയ ഹൗസിൽ ആക്ച്വലി ഞാൻ മാത്രമേ ഉള്ളൂ. അതിൽ ഞാനൊരു ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് നിൽക്കുന്നത്. 20% സ്റ്റേക്ക് ഹോൾഡ് ചെയ്ത് ബാക്കി 80% നമ്മൾ ഇൻവെസ്റ്റേഴ്സിന്. അതിൽ നമ്മുടെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ചവരുണ്ട്. അതുപോലെ പലരും ഈ ഒരു മോഡൽ കൺവിൻസിങ് ആയി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് വരുന്നു. അല്ലാതെ നമ്മളൊരു ഹ്യൂജ് ഇൻവെസ്റ്ററോ ഹ്യൂജ് ഗ്രൂപ്പിനൊന്നും ഇതുവരെ ഇൻവോൾവ് ചെയ്തിട്ടില്ല. ബട്ട് ഞങ്ങളൊരു ലാർജ് പ്രോജക്റ്റിലേക്ക് ഇപ്പോൾ ഒരു IT പാർക്ക് എന്നുള്ള പ്രോജക്റ്റിലേക്ക് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിലേക്ക് ചിലപ്പോൾ വേണ്ടി വരും. ഇപ്പം നമ്മുടെ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫ് ഫ്രണ്ട് ആ രീതിയിലൊക്കെയാണ് നമുക്ക് എൻക്വയറീസും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു പുതിയ ഒരു പ്രോജക്റ്റ് മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന സമയത്ത് പിന്നീട് അതിൻ്റെ ഒരു റിസർച്ച് ഒക്കെ എങ്ങനെയാണ്? ഇപ്പോൾ ഏറ്റവും ഒരു സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ഫെസിലിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പം അങ്ങനെ ഒരു റിസർച്ച് വിങ്, അങ്ങനെ റിസർച്ച് എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പം ലൂയിസിൻ്റെ ഒരു ഇൻപുട്ട് എന്തായാലും ഉണ്ടാവും. കോമ്പറ്റീറ്റർ അനാലിസിസ് ആണ് ഫസ്റ്റ് കാര്യം. കാരണം നമ്മൾ എന്തൊക്കെ വർക്ക് എത്ര അട്രാക്റ്റീവായിട്ട് ഇത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ ഒരു പ്രോസ്പെക്റ്റീവ് ക്ലയൻറ്റിന് ഇത് അഫോർഡബിൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമ്പറ്റീറ്ററിൻ്റെ പ്രൈസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, ഇപ്പം ഞാൻ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പെർ സ്ക്വയർ ഫീറ്റ് റേറ്റ് ഞങ്ങളുടെയും കോമ്പറ്റീറ്ററായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മിനിമം ഒരു 10 to 15 rupees എങ്കിലും ഞങ്ങളുടെ കുറവായിരിക്കും. അപ്പം ഒരു 10,000 square feet എടുക്കുന്ന ആൾക്ക് മന്ത്ലി ഒരു 2 lakhs 3 lakhs rupees ഡിഫറൻസ് വരും ആ ഒരു സ്പേസ് എടുക്കുമ്പോൾ തന്നെ. അപ്പോൾ അത് അവർക്ക് മാർക്കറ്റിംഗ് സ്പെൻഡിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ അവർക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവണം. നമ്മൾ വളരെ അട്രാക്റ്റീവായിട്ടൊരു ബിൽഡിങ് ഡിസൈൻ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കൊമേഴ്ഷ്യൽസ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ഇത് സ്റ്റഡീഡ് ആയിരിക്കും. ഈവൻ ഇൻഫോ പാർക്ക് ആണെങ്കിലും അല്ലെങ്കിലും ഇൻഫോ പാർക്കിൽ വേറെ ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് എക്സ്പോർട്ട് റിലേറ്റഡ് കമ്പനീസിനൊക്കെ. അത് നമുക്കില്ല. ബട്ട് പാർക്കിംഗ് ആണെങ്കിലും മൊത്തത്തിൽ നമ്മുടെ ഒരു പാക്കേജ് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ കോമ്പറ്റീറ്റേഴ്സിനേക്കാളും വളരെ അഡ്വാൻറ്റേജ് ഉള്ള ഒരു പാക്കേജ് ആയിരിക്കും. അത് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റിൽ ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡിസൈൻ വൈസ് നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. കാരണം
ഇപ്പം ഒരു കഴിഞ്ഞൊരു 5 ഇയർ പ്രജി നോക്കുകയാണെങ്കിലും സ്റ്റാർട്ടപ്സിൻ്റെ ആണെങ്കിലും അല്ലാത്ത കമ്പനീസ് ആണെങ്കിൽ പോലും അവരുടെ ഡിസൈനിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വന്നിട്ടുണ്ട്. ഒരു 5 ഇയർ മുമ്പ് നോക്കുകയാണെങ്കിൽ മാക്സിമം വർക്ക് സ്റ്റേഷൻസ് ഒരു ക്ലയൻറ്റ് വരുമ്പോൾ ഫസ്റ്റ് ചോദിക്കുന്നത് ഇത്രയും സ്ക്വയർ ഫീറ്റിൽ എത്ര വർക്ക് സ്റ്റേഷൻ കയറും, അതായത് മാക്സിമം ആൾക്കാർ ഇതിനകത്ത് ഇരുത്തി വർക്ക് ചെയ്യിക്കുക. ഇപ്പം അതല്ല കൺസെപ്റ്റ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കിയാൽ എത്ര ഫ്രീ സ്പേസ് ഉണ്ട്. പക്ഷേ ആ ഫ്രീ സ്പേസും അതുപോലെ ഒരു റീക്രിയേഷണൽ ഏരിയയും അല്ലെങ്കിൽ ഇപ്പം സ്നൂക്കറിൻ്റെ കാര്യം പറഞ്ഞില്ല, അത് ഒരു പാൻട്രി, ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദി ഡേ അത് പ്രൊഡക്ടിവിറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുവാണ്. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ കൺസെപ്റ്റ് മാറി. ഇപ്പം പ്രൈവറ്റായിട്ട് കോൾ ചെയ്യേണ്ടവർക്ക് കോളിംഗ് ബൂത്ത്സ് ഉണ്ടാവും. ഇപ്പം എന്താ പറയുക, കോൺഫറൻസ് റൂമിൽ സ്വിങ് ചെയർസ് വരെ വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിങ്ങനെ റിലാക്സ് ചെയ്തിരുന്ന് ആടി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ആ ഒരു പക്കാ ഫോർമൽ കൺസെപ്റ്റ് പറയുന്നവരുണ്ട്, ബട്ട് എന്നാലും അത് ഭയങ്കരമായിട്ട് ചേഞ്ചായി വരുന്നുണ്ട്. ഇപ്പം ഗ്രൗണ്ട് ഫ്ലോറിൽ ഇപ്പം നമ്മൾ ചെയ്യുന്നത് നോർമൽ വർക്ക് സ്റ്റേഷൻസ് ഉണ്ടാവും, അതിൻ്റെ കൂടെ തന്നെ സോഫാസ്, ക്യാഷ്വൽ വർക്ക് സ്റ്റേഷൻസ്, ഒന്ന് റിലാക്സ് ചെയ്തിട്ട് ഒന്ന് ലാപ്ടോപ്പൊക്കെ വെച്ചിട്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് ഇരിക്കണമെങ്കിൽ അതും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഓക്കെ ഓക്കെ. ഇപ്പോൾ ഞാൻ നേരത്തെ സംസാരിച്ചതിൽ എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്പേസിൽ ഒരു ഓഫീസ് സ്പേസ് ഡിസൈൻ ചെയ്യുന്നു, ദെൻ യു വിൽ ഗോ ഫോർ എ കമ്പനി, അവരെ ക്ലയൻറ്റിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ശേഷം അവരോട് ഡിസ്കസ് ചെയ്യുന്നു, ദെൻ അവരെ അവിടത്തേക്ക് അസൈൻ ചെയ്യുന്നു, അല്ലെങ്കിൽ അവരെ അവിടെ പ്ലേസ് ചെയ്യുന്നു. ഇതാണല്ലോ ബേസിക് നടക്കുന്നത്. അപ്പം ഇപ്പം കോവിഡിന് ശേഷം കോവിഡ് വന്നപ്പോൾ ഉണ്ടായ സംഭവം വർക്ക് ഫ്രം ഹോം വന്നു. അതിനൊരു മേജർ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പ്രൊഡക്ടിവിറ്റി സൈഡ് എത്രമാത്രം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ആൾക്കാർ ലേസിനെസ് വരും ഒക്കെ. അപ്പോൾ വന്ന മറ്റൊരു കോൺസെപ്റ്റാണ് വർക്ക് നിയർ ഹോം എന്നുള്ളത്, മെനി ഇൻ വൺ സ്പേസ് അല്ലെ. അങ്ങനെ ഒരു തോട്ടിലേക്ക് പോയിട്ടുണ്ടോ? ഇപ്പം അത് ഒരു പക്ഷേ നിങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിനൊക്കെ കുറച്ചുകൂടെ കൂടുതൽ താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. അതായത് ഒരു ബിൽഡിങ്ങിൽ തന്നെ മൾട്ടിപ്പിൾ ഓഫീസ് സ്പേസ്. അതുണ്ട്. അതിപ്പോൾ നമ്മൾ വാഴക്കാലിലൊരു സ്പേസ് ചെയ്തിട്ടുണ്ട്. അതിൽ എയർ ഇന്ത്യ ഒരു ക്ലയൻ്റാണ്, വേറെ 2 കമ്പനീസ്, ഒരു അമേരിക്കൻ ബേസ്ഡ് കമ്പനി, ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ ഹെഡ് ഓഫീസുണ്ട്. അപ്പം അവിടെ ശരിക്കും ആക്ച്വലി ഒരു കോവർക്കിംഗ് കൺസെപ്റ്റാണ്. അവിടെ നമ്മൾ മാനേജ്ഡ് വർക്ക് സ്പേസ് എന്ന് പറയും. അതിലിപ്പം ഈവൻ അതിനകത്ത് കോഫി വരെ നമ്മളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സെക്യൂരിറ്റി 24 hours ഉണ്ടാവും, റിസപ്ഷനിസ്റ്റ് ഉണ്ടാവും, കോൺഫറൻസ് റൂംസ്, ഷെയർഡ് കോൺഫറൻസ് റൂം ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു ഓഫീസിലൊരു കോൺഫറൻസ് റൂം ഒരു 250 സ്ക്വയർ ഫീറ്റ് കോൺഫറൻസ് റൂം എടുത്തു കഴിഞ്ഞാൽ അത് ഒരു 10% ടൈം പോലും യൂസ് ചെയ്യുന്നുണ്ടാവില്ല, അതിങ്ങനെ വെറുതെ കിടക്കുകയാണ്. അപ്പം മൾട്ടിപ്പിൾ ക്ലയൻസ് ഉണ്ടെങ്കിൽ ആക്ച്വലി ആ സ്പേസ് നമുക്ക് സേവ് ചെയ്യാം. അവർക്ക് ജസ്റ്റ് നേരത്തെ ഒന്ന് സ്കെഡ്യൂൾ ചെയ്യണമെന്നേ ഉള്ളൂ, ഒന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സ്പേസ് ഷെയർഡായിട്ട് യൂസ് ചെയ്യാം. അങ്ങനത്തെ കൺസെപ്റ്റ്സും ഉണ്ട് നമുക്ക്. 2 തരത്തിലുണ്ട്. നമ്മളൊരു സ്ക്വയർ ഫീറ്റ് ബേസിൽ എൻ്റെ ബിൽഡിങ് ഒരു ക്ലയൻറ്റിന് എൻ്റെ എങ്ങനെയാണ് അതിനെ ഒരു ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഏതാണ് ഇപ്പോൾ പറയുന്ന പോലെ 2 സൈഡിലും ബെനിഫിറ്റ് ആയിട്ട് തോന്നുന്നത് എങ്ങനെയാണ്? അല്ല, റവന്യൂ ബേസിൽ എപ്പോഴും ബെനിഫിറ്റ് കോവർക്കിംഗ് കൺസെപ്റ്റ് തന്നെയാണ്. കാരണം അത് ബില്ലിംഗ് ഒക്കെ വരുമ്പോൾ പെർ സീറ്റ് എത്ര ആൾക്കാർ വർക്ക് ചെയ്യുന്നു ഇൻറ്റു ഇത്ര എമൗണ്ട് എന്നുള്ള രീതിയിലായിരിക്കും. റവന്യൂ വൈസ് എപ്പോഴും അതായിരിക്കും ബെറ്റർ. ബട്ട് എപ്പോഴും ഹെഡ് ഏക്സ് നമുക്ക് കൂടുതലും, ക്ലയൻറ്റിന് തീരെ ഹെഡ് ഏക്സ് ഉണ്ടാവില്ല. ആ രീതിയിലായിരിക്കും. പോസിബിലിറ്റി എന്താണ്? പോസിബിലിറ്റി അതിനാണിപ്പോൾ ഗ്രോത്ത് കൂടുതൽ വരുന്നത്. അതിലാണ് കമ്പനീസ് ആ രീതിയിൽ ചിന്തിച്ചു തുടങ്ങി. അവർക്ക് വർക്കിൽ മാത്രം ഫോക്കസ്. എനിക്കിവിടെ ഒരു കോഫി അല്ലെങ്കിൽ അവിടുത്തെ ഷുഗർ, മിൽക്ക് വരെ ഞങ്ങൾ ഫില്ല് ചെയ്ത് വെക്കേണ്ടി വരും. കാരണം അതിന് പോലും അവർ സ്ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പാർക്കിങ്ങിൽ ഇഷ്യൂ വരരുത്, പിന്നെ ജനറേറ്റർ ഓൺ ചെയ്യും, ഇതിനെല്ലാം നമുക്ക് സ്റ്റാഫ് ഉണ്ടാവും. മാനേജർ കൺസെപ്റ്റിലേക്ക് പല കമ്പനീസ് മാറി ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഈ ഇൻഫോ പാർക്കിൽ പോലും ഈ കോവിഡിന് ശേഷം പല കമ്പനികളും അവിടെ സ്പേസ് ഒഴിവാക്കി പോയിട്ടുണ്ട്. ബട്ട് ദേ എക്സിസ്റ്റ് സ്റ്റിൽ. അപ്പോൾ അവർക്ക് അവരുടെ വർക്ക് എല്ലാം ഈ പറയുന്ന പോലെ പലയിടങ്ങളിലായിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഓഫീസ് സ്പേസ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളൊക്കെ ഈ പറയുന്ന പോലെ നമ്മളൊരു ഓഫീസ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ആൾക്കാരുണ്ടാവും അല്ലേ? തീർച്ചയായും. ഇനി ഇതിൻ്റെ ജോബ് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നു, ഒരു ഐഡിയ ഹൗസ് പോലുള്ള കുറേ കമ്പനീസ് വരികയാണെങ്കിൽ എന്താണ് അതിൽ നമുക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് പറയാൻ പറ്റുക? ഇൻറ്റീരിയർ ഫീൽഡിലുള്ള ഒരുപാട് വർക്കേഴ്സ് നമുക്കുണ്ട്. ഇലക്ട്രിക്കൽ ഫീൽഡിലാണെങ്കിൽ ഇതിൽ കുറച്ച് എക്സ്പെർട്ടൈസ് വേണം. കാരണം നമുക്കൊരു പ്രൊഫഷണൽ രീതിയിലായിരിക്കണം ഇതിൻ്റെ ഫേർണിഷിങ്ങും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇപ്പോൾ എ സിയുടെ ഡക്റ്റിങ്, ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സ്, ഫ്ലോറിങ്. കാരണം ഇപ്പോൾ ഇലക്ട്രിക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കമ്പനിയോടെ ഫംഗ്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഇഷ്യൂസ് വന്ന് അത് റെക്ടിഫൈ ചെയ്യുക, അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ഫ്ലവേഴ്സ് തന്നെ ഇപ്പോൾ എനിക്ക് വന്ന് 3-4 months ആയെന്ന് തോന്നുന്നു. ഇവിടെ മേജർ ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. കാരണം അത് പ്രൊഫഷണലായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നമുക്ക് ഹെഡേക്കാണ്. നമുക്കിപ്പോൾ അതിൻ്റെ പുറകെ നടക്കാൻ മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അപ്പം പ്രൊഫഷണൽ വേയിൽ തന്നെ അതിലൊന്നും നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പം കേബിൾസ് ആണെങ്കിലും അതെല്ലാം സേഫ്റ്റി ഇഷ്യൂസ് ആണല്ലോ. അപ്പം ഈ ഇൻഡസ്ട്രിയിലൊക്കെ ഇപ്പം ഡക്റ്റിങ്, ഇലക്ട്രിക്കൽ വർക്ക്സ്, ഇതിലെല്ലാം പ്രൊഫഷണൽ ആൾക്കാർ ഇവിടെ നീഡുണ്ട്.
പിന്നെ വർക്കേഴ്സിൻ്റെ ഒരു അവൈലബിലിറ്റി ഇപ്പോൾ കുറവാണ്, പലരും പുറത്തേക്ക് പോകുന്നു, അത്തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ട്. ഓക്കെ, ഇതിന് ഇപ്പം എഞ്ചിനീയറിംഗ് മെക്കാനിക്കലായിരുന്നു അല്ലേ? മെക്കാനിക്കൽ. അത് ഏതെങ്കിലും ഘട്ടത്തിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ? അത് എയർ കണ്ടീഷനിങ്ങിലൊക്കെ ആണെങ്കിൽ ഞാൻ HVAC കോഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പം എയർ കണ്ടീഷനിങ്ങിലൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ BRക്ക് ഇടയ്ക്ക് ട്രൈ ചെയ്തായിരുന്നു. എഞ്ചിനീയറിങ്ങും BRക്ക് ഒരുമിച്ചായിരുന്നു ഞാൻ എൻട്രൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരുന്നത്. ഡിസൈൻ പരമായിട്ട് കുറച്ച് താല്പര്യമുണ്ട് നമുക്കിതിൽ. നമുക്ക് താല്പര്യം. അതെ, അൾട്ടിമേറ്റ്ലി നമ്മളിത് ഡെലിവറി ചെയ്യുമ്പോൾ നല്ല ഡിസൈനിലൊരു സ്പേസ് ക്ലയന്റിന് ഡെലിവറി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് ഡിസൈൻ പരമായിട്ട് താല്പര്യമുള്ളവർക്ക് ആ ഒരു ഹാപ്പിനെസ് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്പേഴ്സ് അല്ല എപ്പോഴും, റവന്യൂ അതിൽ സംഭവിക്കും. ബട്ട് നമ്മൾ ചെയ്ത പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് വേറെ ഒരാളെ കാണിക്കും, ഇല്ലെങ്കിൽ ഒരാളൊരു ടെസ്റ്റിമോണിയിൽ തരുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് അത് എപ്പോഴും ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ എല്ലാ ഫീൽഡുകളിലും ഈ ഗ്രോത്ത് അതുപോലെ ചേഞ്ചസ് ഇങ്ങനെ എന്താ പറയുക ബാക്ക് ടു ബാക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതും ചെറിയ ടൈമിലാണ് പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മാറി മാറി മറിയുന്നത്. ഒരു 5 വർഷം മുമ്പ് നമ്മൾ കണ്ടിട്ടുള്ള ഓഫീസുകളോ അല്ലെങ്കിൽ എന്താണെങ്കിലും ഇപ്പം നമ്മൾ ഈവൻ നമ്മുടെ 24 എന്ന് പറയുന്ന ചാനലാണെങ്കിൽ പോലും 5 വർഷം മുമ്പുണ്ടായ ന്യൂസ് ചാനലുകളല്ല 24, വേറെ ഒരു രീതിയാണ് ആലോചിച്ചത്. അപ്പോൾ അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, അതിനെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഓഫീസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് ഒരു ഫ്യൂച്ചർ എന്തായിരിക്കും? ഇപ്പോൾ അത്രയും റിസർച്ച് ചെയ്യുന്ന ഒരാളാണ് ലൂയിസ്, എന്താണ് തോന്നുന്നത്, എങ്ങനെയൊക്കെ ആയിരിക്കും ഇനി ഫ്യൂച്ചറിലെ ഓഫീസ് സ്പേസ്? അത് എനിക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടായ ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഈ കോവിഡിൻ്റെ ഒക്കെ ടൈമിൽ, കോവിഡ് കഴിഞ്ഞിട്ട് ഒരു 1-2 ഇയേഴ്സ് ഒക്കെ പല കമ്പനീസും വർക്ക് ഫ്രം ഹോം ആയിട്ട് റിമെയിൻ ചെയ്തായിരുന്നു. ബട്ട് അതിൻ്റെയൊക്കെ ഡയറക്ടേഴ്സൊക്കെ ആയിട്ട് ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അതൊരു ലോങ് ടൈമിലേക്ക് സസ്റ്റൈനബിൾ ആവുമെന്ന് സംശയമാണ്. കാരണം എപ്പോഴും പ്രൊഡക്ടിവിറ്റിയിൽ എല്ലാ കമ്പനീസിനും അങ്ങനെ ആവണമെന്നില്ല. ചില കമ്പനീസിന് അവർ പറയുന്നത് അവർക്ക് ഡയറക്റ്റ് ഓഫീസിൽ വരണം, ഡയറക്റ്റ് ഇൻട്രാക്ഷൻ. ഇപ്പം നമ്മളിങ്ങനെ നേരിട്ട് സംസാരിക്കുന്ന ഒരു ഫീല് സൂമിലിരുന്നാൽ കിട്ടുക. അപ്പോൾ ആ രീതിയിൽ കമ്പനീസ് മാറി ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ ഇനിയൊരു അത്തരത്തിലുള്ള ഒരു പാൻഡമിക് വന്നു കഴിഞ്ഞാലും അന്ന് പോയ അത്രയും വർക്ക് ഫ്രം ഹോം ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറേ പേര് അതിൻ്റെ പോസിറ്റീവ് കാര്യങ്ങളും നെഗറ്റീവ് കാര്യങ്ങളും മനസ്സിലാക്കി. കുറച്ച് പേര് ചിലപ്പോൾ വർക്ക് ഫ്രം ഹോമിലേക്ക് പോകുമായിരിക്കും. ബട്ട് സ്റ്റിൽ ഈ ഒരു കൺസെപ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലമാണല്ലോ നമ്മുടെ വെർച്വൽ റിയാലിറ്റി. അത് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ഈ പറയുന്ന ഡിസൈൻസിൽ? സോഫ്റ്റ്വെയർസ് ഉണ്ട് ആക്ച്വലി, AI വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാം ആ രീതിയിൽ. പക്ഷേ ഞാനെപ്പോഴും ഇപ്പോൾ പറഞ്ഞ പോലെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. എനിക്ക് എൻ്റെ ഡിസൈനറായിട്ട് ഇവിടെ ഈ ഫ്ലോറിൽ വന്നിട്ട്, ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ കോൺഫറൻസ് റൂം പറയുകയാണെങ്കിൽ എനിക്ക് ആ കോൺഫറൻസ് റൂമിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെ കാര്യങ്ങൾ വേണം, ഇവിടെ ഇതൊക്കെ വേണം, അത് നിന്ന് പറയുമ്പോൾ ഒരു ഫീല്. അതിപ്പോൾ ഞാൻ ഒരു സോഫ്റ്റ്വെയറിൽ ഇട്ട് കഴിഞ്ഞാലും ചില കാര്യങ്ങളിൽ നമുക്ക് കുറച്ച് കോമൺ സെൻസ് അപ്ലൈ ചെയ്യേണ്ടി വരുമല്ലോ. അത് നമ്മുടെ വർക്ക് സൈറ്റിൽ വന്നിട്ട് ഡയറക്റ്റ് ഇൻറ്ററാക്ട് ചെയ്താൽ തന്നെ ചിലപ്പോൾ അവിടെ നിൽക്കുമ്പോഴായിരിക്കും നമുക്കൊരു ഐഡിയ കിട്ടുന്നത്. നമ്മൾ നമ്മുടെ ഡിസൈനറായിട്ട് സൂമിലിരിക്കുമ്പോൾ ഉള്ളതിന് ലിമിറ്റേഷൻ ഉണ്ട്. ആ ഡിസൈനറും ഞാനും ഈ വർക്ക് സൈറ്റിൽ വന്നിട്ട് സംസാരിക്കുമ്പോഴേക്കും ഇവിടെ ഇങ്ങനെ ചെയ്താൽ നന്നാവുമല്ലോ എന്നൊരു ഐഡിയ വരുന്നത്. അത് ചിലപ്പം പെട്ടെന്ന് വരുന്ന സാധനമായിരിക്കും, പക്ഷെ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അത്തരത്തിലുള്ള പല കാര്യങ്ങളും ഡയറക്റ്റ് വന്നു കഴിഞ്ഞാൽ തന്നെ നടക്കുള്ളൂ. ലൂയിസ്, ഇപ്പോൾ നമ്മൾ എപ്പോഴും പറയും ഒരു ഓൺട്രപ്രണർഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സസ്റ്റെയിൻ ചെയ്ത് പോവുക എന്ന് മാത്രമല്ല, അത് പ്രോഫിറ്റബിൾ ആയിരിക്കണം, മുന്നോട്ട് പോകാൻ. അപ്പം സ്വാഭാവികമായിട്ട് നമ്മളതിൻ്റെ റൈവൽസും കോമ്പറ്റീറ്റേഴ്സും ഒക്കെ നോക്കും. അപ്പോൾ മേ ബി ഈ ഒരു കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ മേ ബി അതൊരു പുതുമുള്ള സംഭവമാണ്. കൂടുതൽ പേര് ഉണ്ടാവില്ല ഒരു പക്ഷേ, എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അങ്ങനെ ഉണ്ടോ റൈവൽസ് ആൻഡ് കോമ്പറ്റീറ്റേഴ്സ്? കോമ്പറ്റീഷൻ ഉണ്ട്, ബട്ട് നമ്മൾ സ്ട്രക്ചർ ചെയ്ത് നമ്മളൊരു ഡിഫറെൻറ്റ് ബിസിനസ് മോഡലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഒരു 1.8 CR എന്ന് പറഞ്ഞാൽ 30 ലക്ഷം വെച്ചിട്ട് 6 പേരായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതൊക്കെ ആ രീതിയിൽ ഫണ്ട് പൂൾ ചെയ്ത് ചെയ്യുന്നവർ കുറവാണ്. ഫാമിലി ബിസിനസ്സായിട്ട് ബിൽഡിങ്സ്, ആ ബിൽഡിങ്ങിൻ്റെ ഓണർ ചെയ്യുന്നവരുണ്ട്. പിന്നെ ഹ്യൂജ് കമ്പനീസ് ഉണ്ട് കോവർക്കിംഗ് സ്പേസിലുള്ള. ഞങ്ങളിപ്പോൾ കൊച്ചിയിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് ഇവിടുത്തെ പൾസ് അറിയാം. ഞങ്ങളുടെ അടുത്ത് തന്നെ ഇപ്പോൾ ഒരു 3-4 എൻക്വയറീസ് ഉണ്ട്. ബിൽഡിംഗ് ഇല്ല, അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം നമുക്കിനിയിപ്പോൾ ഒരു 2 ഇയേഴ്സിലേക്കുള്ള ഓർഡേഴ്സ് ഓൾറെഡി കൺഫേംഡ് ആണ്. നമ്മുടെ ഈ ഒരു ഡിസൈനിങ്, നമ്മുടെ ഈ ഒരു ഏരിയ സ്പേസ് ഒക്കെ പിന്നീട് മറ്റു ക്ലയൻസിനെ സ്വാഭാവികമായിട്ടും കാണിക്കുമല്ലോ. അതെ, അതാണ്. അപ്പോൾ അന്ന് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് ഒരുപാട് എൻക്വയറീസ് ഇപ്പം ത്രൂ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബിൽഡിംഗ് ഉണ്ടാവില്ല. ഇപ്പം കാക്കനാട് വർക്ക് ആണെങ്കിൽ ഓൾറെഡി ക്ലയൻറ്റ് വർക്ക് ഓൾമോസ്റ്റ് 50% ആയതുള്ളൂ. ഇപ്പോഴേ ബുക്കിംഗ് ആയത്. കാരണം ഇപ്പം ഫ്ലവേഴ്സ് 24ൻ്റെ ഓഫീസ് ചെയ്തതും നമുക്ക് പബ്ലിസിറ്റി, എൻട്രി ആപ്പിൻ്റെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ റെപ്യൂട്ടഡ് ക്ലയൻസിൻ്റെ ചെയ്യുമ്പോൾ
അതുവഴിയുള്ള ബെനിഫിറ്റ്സ് ഒരുപാടുണ്ട്. കാരണം അവിടെ വരുന്ന ആ രീതിയിലുള്ള ക്ലയൻസും കാര്യങ്ങളായിരിക്കും. അവർ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്തൊരു വർക്ക് കാണുമ്പോൾ ഇതാരാ ചെയ്തതെന്ന് ചോദിക്കും. അത് ചോദിക്കണം, ഇല്ലെങ്കിൽ ഞങ്ങളത് ചെയ്തിട്ട് കാര്യമില്ല. മാത്രമല്ല പിന്നീട് കൺവിൻസ് ചെയ്യാൻ അത്ര പ്രയാസമായിരിക്കില്ല, എളുപ്പമാണ്. അതെ അതെ അതെ. ഓക്കെ, അപ്പം ഇനി എന്താണ് നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻ എന്താണ്? ഐഡിയ ഹൗസിൽ പറയുകയാണെങ്കിൽ IT പാർക്ക് തന്നെയാണ് കൺസെപ്റ്റ്. അതിനുള്ള ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ഡിഫറെന്റ് മേഖലകളാണ്. അതെ അതെ. രണ്ടിന്റെ കമ്പനി അല്ല, നമ്മുടെ ബ്രെയിനിന് 2 പാർട്ട് ഉണ്ടെന്ന് പറയാം. ഒന്ന് അനലിറ്റിക്കലാണ്, ഒന്ന് കുറച്ച് ക്രിയേറ്റീവ് ആണ്. ഞാൻ 2 പാർട്ടും യൂസ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഇനി പുതിയ വെഞ്ചേഴ്സ് എന്തെങ്കിലും മനസ്സിലുണ്ടോ? പുതിയ വെഞ്ചേഴ്സ് ഇപ്പോൾ ഇല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ആസ് ഓഫ് നോ ഇപ്പം ടൈറ്റ് സ്കെഡ്യൂളാണ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ബ്രെയിൻ ഫുള്ളായി. ഇനി എനിക്ക് തന്നെ അത്ര കോൺഫിഡൻസ് ഇല്ല. കാരണം ഇല്ലെങ്കിൽ അതേപോലെ ഒരു പാർട്ണർ അല്ലെങ്കിൽ കോ ഫൗണ്ടർ വരുവാണെങ്കിൽ വേറെ മേഖലയിലേക്ക്. പാഷനുള്ള ഒരുപാട് ഫീൽഡുണ്ട്, ഫുഡ് ഇൻഡസ്ട്രി ഒക്കെ പാഷനുള്ള ഫീൽഡാണ്. ബട്ട് ഇപ്പോഴത്തെ ഒരു സ്കെഡ്യൂളിൽ ബുദ്ധിമുട്ടായിരിക്കും, ടൈറ്റാണ്. ഏതായാലും ഇനി ഫ്യൂച്ചർ എൻഡേവേഴ്സ് എല്ലാം സൂപ്പർ ആവട്ടെ, കൂടുതൽ പുതിയ ഐഡിയാസ് ഐഡിയ ഹൗസിലുണ്ടാവട്ടെ. അതോടൊപ്പം പേഴ്സണലി പറയുന്ന പോലെ പുതിയ വെഞ്ചേഴ്സ് ഉണ്ടാവട്ടെ. അതിന് എല്ലാ വിശ്വാസവും അറിയിക്കുകയാണ്. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.